മനുഷ്യരെപ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഹോപ്പ്, പ്രതീക്ഷ നഷ്ടമാകുമ്പോൾ അല്ലേ? നമുക്ക് സന്തോഷത്തോടെ മുന്നോട്ട് ജീവിക്കാൻ വേണ്ടതും അത് തന്നെയാണ്. നിങ്ങൾ ഓട്ടിസം, സെർബർ പാൾസി, ഡൗൺ സിൻഡ്രോം തുടങ്ങിയ ഇൻ്റലക്ച്വലി ഡിസബിലിറ്റിയുള്ള കുട്ടികളെയും അവരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള വലിയ തുക കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുന്ന രക്ഷകർത്താക്കളുടെ വേദനയും അറിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിടയ്ക്ക് കണ്ണൂർ തലശ്ശേരിയിൽ ഞങ്ങളൊരു ക്ലാസ് എടുക്കുവാനായിട്ട് പോയി. 2015 മുതൽ അവിടെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ബൈറൂഹ ഫൗണ്ടേഷൻ്റെ ആപ്റ്റെ എന്ന യുവാക്കളുടെ പ്രോജക്റ്റിനായിട്ട് എക്സാം പ്രിപ്പറേഷൻ്റെ ക്ലാസ് എടുക്കുവാനായിട്ടാണ് പോയത്. അപ്പോഴാണ് ഇവർക്ക് മറ്റൊരു ദൈവികമായ പ്രൊജക്റ്റ് കൂടി ഉണ്ടെന്നറിഞ്ഞത്. ഹോപ്പ് ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്റർ. കുട്ടികളിലെ ബിഹേവിയർ ഡെവലപ്മെൻറ്റ് പ്രോബ്ലംസ് തുടക്കത്തിലെ മനസ്സിലാക്കി ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉണ്ടോ എന്ന് കണ്ടെത്തി അവർക്കാവശ്യമുള്ള സ്പീച്ച് തെറാപ്പി, ഒക്യുപ്പേഷണൽ തെറാപ്പി, സൈക്കോളജിക്കൽ സപ്പോർട്ട്, ഫിസിയോതെറാപ്പി, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നിവ തികച്ചും സൗജന്യമായി നൽകുന്ന ഒരു ഇടം. കരുണാകരൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം ഇവിടെ കൊടുക്കുന്ന ഒക്യുപ്പേഷണൽ തെറാപ്പി, നിങ്ങളുടെ കുട്ടികൾക്ക് നൽകുന്ന സപ്പോർട്ട് നമ്മളെ ഭിന്നശേഷിക്കാരായിട്ട് ഒതുക്കാനല്ല, ഭിന്നശേഷിക്കാരനെ സമൂഹത്തിലേക്ക് എങ്ങനെ ഉയർത്താം എന്നുള്ളതിൻ്റെ ഏറ്റവും അധികം എഫേർട്ട് എടുക്കുന്ന കേരളം മാതൃകയാക്കേണ്ട ഒരു സ്ഥാപനമാണ്. കരുണാകരൻ സാറിനോട് സംസാരിച്ചപ്പം എനിക്ക് ഏറ്റവും അധികം ഹൃദ്യമായി തോന്നിയൊരു കാര്യം, നിങ്ങൾക്കെല്ലാം ഡിസബിലിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഡിസബിലിറ്റി ഉള്ള ഒരു പേരൻറ്റിൻ്റെ വേദന എന്താണ്, ഡിസബിലിറ്റി ഉള്ളവരെ സമൂഹം എങ്ങനെയാണ് കാണുന്നതെന്ന്, അവർക്ക് എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. സോ എന്തൊക്കെയാണോ മറ്റ് സ്ഥലങ്ങളിൽ കുറവുള്ളതെന്ന് കണ്ടെത്തിയിട്ട് അത് ഇവിടെ നൽകണമെന്ന് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ ഇവിടെയുണ്ട്. അത് നിങ്ങളുടെ ഭാഗ്യമാണ്. അതോടൊപ്പം ഇവിടെയുള്ള തെറാപ്പിസ്റ്റുകൾ അവരാസ്വദിച്ചാണ് ഈ ജോലി ചെയ്യുന്നതെന്ന് നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും. അവർ പങ്കുവെച്ച എന്താണെന്നറിയോ? ഞങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ സങ്കടങ്ങളെല്ലാം മറക്കും. ഈ കുട്ടികളോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം, അവരുടെ വളർച്ചയും. ഒരുവിധം എല്ലാ കാര്യം പാരന്റ്സ് ഫസ്റ്റ് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഡിസ്കൗണ്ടഡ് ആയിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ചുകൂടി എല്ലാവരും ഒരു ഹാപ്പി മൂഡിലാക്കിയിട്ടാണ് വരുന്നത്. ഈ രക്ഷകർത്താക്കളോടൊക്കെ സംസാരിച്ചപ്പോൾ എത്രമാത്രം വേദന കടിച്ചമർത്തിയായിരുന്നു അവർ ജീവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇത്തരത്തിലൊരു പ്രതിസന്ധി കുട്ടിക്കുണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നവർ, ഇത്തരത്തിലുള്ളൊരു കുട്ടിയാണെന്നറിഞ്ഞപ്പോൾ ഉപേക്ഷിച്ചു പോയ പങ്കാളിയുള്ളവർ, ഉള്ള 3 കുട്ടികൾക്കും ഓട്ടിസം ബാധിച്ച് വേദന അനുഭവിക്കുന്നവർ, അവരൊക്കെ ഇതിനിടയിലുണ്ട്. അങ്ങനെ പോരാടുന്ന രക്ഷകർത്താക്കൾക്കും ഇവിടുത്തെ സ്റ്റാഫിനും ഒരു പടിയും കൂടെ പ്രതീക്ഷ നൽകുവാൻ എൻ്റെ വാക്കുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ക്വാളിറ്റിയിൽ 1% പോലും കോംപ്രമൈസ് ചെയ്യുവാൻ ബൈറൂഹ തയ്യാറല്ലത്രേ. ആർക്കും തന്നെ 1 മിനിറ്റ് പോലും വൈകുവാൻ അധികാരമില്ല. സൗജന്യമായി നൽകുന്നതാണെങ്കിലും ഈ കുട്ടികളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ഭംഗിയായി ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. ഹോപ്പിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ കൂടെ ഞങ്ങളുമായി പങ്കുവെച്ചു കേട്ടോ. ഇപ്പോൾ 120 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന ഒരിടം അത് തലശ്ശേരിയിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴുള്ള ഏർലി ഇൻ്റർവെൻഷൻ സെൻറ്ററിനെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാക്കി മാറ്റി കുട്ടികളെ ടേസ്റ്റ് മനസ്സിലാക്കി അതനുസരിച്ചുള്ള വൊക്കേഷണൽ ട്രെയിനിങ് കൊടുത്ത് ഭാവിയിൽ ജോലി സാധ്യത ഒരുക്കുക എന്നുള്ള വലിയ ലക്ഷ്യവുമായി ഹോപ്പ് മുന്നോട്ട് കുതിക്കുന്നു. ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി കൃത്യമായി തിരഞ്ഞെടുത്ത വ്യക്തികളാണ് നിങ്ങൾ. അതാദ്യം മനസ്സുകൊണ്ട് സ്വീകരിക്കണം. എൻ്റെ മോളെ, എൻ്റെ മോനെ എങ്ങനെ ഒരു പിടി കൈ പിടിച്ചുയർത്തിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും, ഇങ്ങനെ തന്നെ ചിന്തിക്കണം. നിങ്ങൾക്ക് 2 മക്കളുണ്ടെങ്കിൽ ഒരു പൂർണ്ണ ആരോഗ്യവാനായ എന്ന് പറയുന്ന വ്യക്തിയും 2 ഭിന്നശേഷിക്കാരനായ ഒരു വ്യക്തിയും ഉണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം നൽകുന്ന, ഏറ്റവും കുറച്ച് വേദന നൽകുന്ന വ്യക്തി ആരായിരിക്കും അറിയുമോ? പറഞ്ഞു, ആ ഭിന്നശേഷിക്കാരനായിരിക്കും. നോക്കിക്കൂ, ഞാൻ എൻ്റെ ഓൺ എക്സ്പീരിയൻസ് ഞാൻ പറയുക. ഞാൻ കണ്ടിട്ടുള്ള വീടുകളിൽ ബുദ്ധിയുള്ള പിള്ളേരെ അപ്പനെ അമ്മ ഏറ്റവും അധികം വേദനിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങൾ എത്ര പേരുണ്ട് വൈകല്യമില്ലാത്തവർ? ഈ നിൽക്കുന്നതിൻ്റെ അകത്ത് വൈകല്യമില്ലാത്തവരെ കാണിക്കാമോ? കാണിക്കാതെ. ഇവിടെ കർണാടക സാറിനൊക്കെ നല്ല വൈകല്യമുള്ള ആരെ ഇല്ലാത്തേ? നിങ്ങളുടെ 2 കൈകൾ തമ്മിൽ നോക്ക്, നീള വ്യത്യാസമുണ്ട്. 2 കാല് തമ്മിൽ നോക്ക്, നീള വ്യത്യാസം കാണും. ഈ ലോകത്ത് വൈകല്യമില്ലാത്ത ഒരു മനുഷ്യനുമില്ല. അത് കയറിയും ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഏതിനെ വലുതാക്കി കാണും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആ പ്രശ്നത്തെ കണ്ടാൽ പ്രശ്നം വലുതാകും. എന്നെ നോക്കുമ്പോൾ കൈയും കാലും ഇല്ലാത്ത അനീഷ് മോഹനായിട്ട് കാണണ്ട, ഒരു കൈയും ഒരു കാലും ആരോഗ്യമുള്ള അനീഷ് മോഹനായിട്ട് അങ്ങ് കണ്ടാൽ മതി. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞിനെ നോക്കുമ്പോൾ ആ കുഞ്ഞിന്, അത് ഓട്ടിസം ആയിക്കോട്ടെ ഡൗൺ സിൻഡ്രോം ആയിക്കോട്ടെ, ഒരു കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. ഓട്ടിസം ഉള്ള കുട്ടികളിലേക്ക് നോക്കിയോ, അവരെ നമ്മൾ ട്രെയിൻ ചെയ്യുക. ഒരു കഴിവ്, ചിലപ്പോൾ അത് പാടാനായിരിക്കാം, ചിലപ്പോൾ ഓർഗൻ വായിക്കാനായിരിക്കാം,
ചിലപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാനായിരിക്കാം. കാരണം ഞാൻ UK ഫസ്റ്റ് ടൈം പോകുന്നത് 2015 ഫസ്റ്റ് ടൈം എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം ഞാൻ UK പോകുമ്പോൾ അവിടെ ഞാൻ 18 ദിവസം പോയി നിന്ന 1-2 സെൻറ്ററുകളുണ്ട്. ആ സെൻറ്ററുകൾ ഞാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓരോ ഭിന്നശേഷിയുള്ള കുട്ടികളുടെയും അവിടെ പേഴ്സൺ സെൻറ്റേഡ് അപ്രോച്ചസ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ആ കുട്ടികളുടെ പ്രൊഫൈൽ തയ്യാറാക്കും. ആ പ്രൊഫൈൽ തയ്യാറാക്കി എല്ലാ കുട്ടികൾക്കെയും ഏതാണ് അവൻ്റെ യുണീക്ക് കഴിവെന്ന് കണ്ടുപിടിക്കും. എന്നിട്ട് ആ മേഖലയിൽ ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കാൻ വിടും. എന്നിട്ട് ആ മേഖലയിൽ ജോലി ചെയ്തവർക്ക് വരുമാനമുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മോറൊക്കെ ഇല്ലേ, മോർ സൂപ്പർ മാർക്കറ്റ്, റിലയൻസിൻ്റെ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, ലുലുവിൻ്റെ ഒക്കെ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അതുപോലെ UK മോറിസൺ എന്നൊരു ഗ്രൂപ്പ് ഉണ്ട്, മോറിസൺ. അവിടെ ഒരു നിയമമുണ്ട്, മോറിസൺ സൂപ്പർ മാർക്കറ്റിലെ ഒരു സ്റ്റാഫ് ഭിന്നശേഷിക്കാരനോ ഭിന്നശേഷിക്കാരിയോ ആയിരിക്കണം. അത് ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിരിക്കണം, ഫിസിക്കലി അല്ല. അപ്പോൾ ഞാനവിടെ കണ്ടുണ്ട് ഷോപ്പിൽ ഇൻ്റലക്ച്വലി ഡിസേബിൾഡ് ആയിട്ടുള്ള വ്യക്തികൾ എല്ലാ ഷോപ്പിലും സാധനം എടുത്തു കൊടുക്കാൻ നിൽക്കുന്നതും അവർക്ക് സാധാരണ ഒരു വ്യക്തിക്ക് കിട്ടുന്ന സാലറി കിട്ടുന്നത്. അത്രയും അഡ്വാൻസ് ആയിട്ട് രാജ്യങ്ങൾ മാറിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് 2015 കഥയാണ്. ഇപ്പോൾ അത് വേറെ ലെവലിലേക്ക് മാറി. സോ ഇതേ സമാനമായ മാറ്റം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണം. അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കുറച്ച് സഹോദരങ്ങളായി നിങ്ങൾ അമ്മമാരും അച്ഛന്മാരും നിൽക്കണം. ചിരിക്കണം, ചിന്തിക്കണം, എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഒരു പടിയും കൂടെ മുമ്പോട്ട് കൊണ്ടുവരാം. ഇവരോടൊപ്പം കൈ കോർക്കണം, ചോദിക്കണം. നിങ്ങൾ പേരൻസ് പരസ്പരം സംസാരിക്കണം. നിങ്ങൾ ഒരു ബോണ്ടിങ് ഉണ്ടാകണം. ജീവിതം ഒന്നേ ഉള്ളൂ, കരഞ്ഞ് തീർക്കാനുള്ളതല്ല. സന്തോഷം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട. കൊച്ചിനുണ്ടാകുന്ന ചെറിയ ഗ്രോത്ത് പോലും സന്തോഷിക്കണം. നോർമൽ കൊച്ചു 1 മാസം കൊണ്ട് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ കുട്ടിക്ക് 1 വർഷം എടുത്തു വരാം. പക്ഷെ വളർച്ച ഉണ്ടേ, മാറ്റമുണ്ട്, സന്തോഷിക്കണം. എനിക്ക് ആക്സിഡൻറ്റ് ഈ തള്ളവരിന് മാത്രം അനക്കമുള്ളൂ. അപ്പോൾ ആദ്യം ഒരു 6 മാസ കാലയളവിൽ എനിക്ക് ഭക്ഷണം പോയിട്ട് ഈ കൈ ഇവിടെ മുട്ടുന്നില്ല, സ്പൂൺ പിടിക്കാൻ മേല, ഭക്ഷണം കഴിക്കാൻ മേല, അമ്മ വാരി തരണം. എൻ്റെ ദേഹത്ത് ആദ്യ സമയത്ത് ഉറുമ്പൊക്കെ കടിച്ചാൽ എനിക്ക് ചൊറിയാൻ പറ്റത്തില്ല. കാരണം ഈ കൈ ഓൾറെഡി ഇല്ല, ഈ കാല് ഇങ്ങനെ വെച്ചിരിക്കുന്നു, ഈ കാല് പ്ലാസ്റ്റർ ഇട്ട് സർജറി ചെയ്താണ്. അപ്പോൾ ഉറുമ്പ് കടിച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്നെങ്കിൽ നോക്കിയിരിക്കും, അല്ല തലകൊണ്ട് പോയിട്ട് ഇങ്ങനെ പോയിട്ട് വേണം ചൊറിയാൻ. ഇതാണ് എൻ്റെ അവസ്ഥ. 6 മാസം ആകാറായപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, നീ എങ്ങനെയും ഈ 2 പേരിലൊന്ന് ഫങ്ഷനിങ് ആക്കിയിട്ട് തന്നെത്താൻ ഭക്ഷണം വാരി കഴിക്കണം. തന്നെത്താൻ ആ 6-ാം മാസം ഞാൻ തന്നെത്താൻ ആ അരിമണി ചോറെടുത്തിട്ട് ഒരപ്പം മുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചപ്പോൾ ഉണ്ടായൊരു ഫീൽ ഉണ്ടല്ലോ, തന്നെ വീണ്ടും ഒരിക്കൽ കൂടെ 21ാമത്തെ വയസ്സിലാന്ന് ഓർക്കണേ, ഒരിക്കൽ കൂടെ ആ ഭക്ഷണം എടുത്ത് കഴിച്ചാൽ അതെനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. എനിക്ക് ഇത്രയും പറ്റിയല്ലോ, ഒരപ്പം മുറിച്ചിട്ട് തന്നെത്താൻ കഴിക്കാൻ പറ്റിയല്ലോ. അത് ഞാൻ ആഘോഷിച്ചു, സന്തോഷിച്ചു. അവിടെ നിന്നാണ് അടുത്ത വിരൽ നൂർക്കാനും, കയ്യിലൊരു കത്തി മുറുക്ക പിടിക്കാനും, ഒരു ചുറ്റിക പിടിക്കാനും, സൈക്കിള് പിടിക്കാനും, സൈക്കിള് ചവിട്ടാനും, ബൈക്ക് ഓടിക്കാനും, കാർ ഓടിക്കാനും, അധ്വാനിച്ച് ജീവിക്കാനും ഒക്കെ ആയത് തുടക്കം ആ ഭക്ഷണം പിടിക്കാനുള്ള കിട്ടിയ കോൺഫിഡൻസാണ്. നിങ്ങളുടെ കൊച്ചിനുണ്ടാകുന്ന ഒരു ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് പോലും നിങ്ങൾ ആഘോഷിക്കണം, സന്തോഷിക്കണം, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. ഇതൊരു രസമായിട്ട് എടുക്കണം, ജീവിതം രസമായിട്ട്, ഒരു ആവേശമായിട്ട് എടുക്കണം. കൂടുതൽ പേർക്ക് പ്രതീക്ഷയാകട്ടെ, നാട്ടിൽ നന്മ നിറയ്ക്കുവാനാകട്ടെ ഹോപ്പ് പ്രൊജക്റ്റിനും ബൈറൂഹ ഫൗണ്ടേഷനും.